ഒരു 100 കൊല്ലം മുമ്പ് ഉള്ള മനുഷ്യർ വിഷമൊന്നും അടിക്കാത്ത ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ മനുഷ്യരൊക്കെ വിഷം നിറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, അപ്പൂപ്പൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ വിഷം ഉണ്ടായിരുന്ന ഭക്ഷണമാണോ? അല്ല മോനെ, എൻ്റെ കാലഘട്ടത്തിലൊക്കെ വിഷമില്ലാത്ത ശുദ്ധമായ ഭക്ഷണമാണ് ഉണ്ടായിരുന്നത്. അപ്പൂപ്പനോട് പിന്നെ ചോദിക്കുകയാണ്, അതല്ല നിങ്ങളുടെ കാലഘട്ടത്തിൽ ഭക്ഷണം ഉണ്ടായിരുന്നോ? എവിടെ ഭക്ഷണം, പട്ടിണിയും പരിവട്ടമായിരുന്നു. കപ്പ പുഴുങ്ങിയത് കഴിച്ചിട്ടും മുതിര കഴിച്ചിട്ടൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളുണ്ട്. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഊണ് കിട്ടില്ല. കേരളത്തിലുള്ള ജനതയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ നാടുവിട്ട രാജാക്കന്മാരുടെ കഥയുണ്ട്. അന്യദേശങ്ങളിൽ നിന്ന് കപ്പലുകളിൽ നിന്ന് മരച്ചീനി വന്നിട്ട് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റിയ കഥകളുണ്ട്. അപ്പോൾ ഒരു കാലത്ത് കഴിക്കാൻ ഭക്ഷണമേ ഇല്ലായിരുന്നു. കാരണം എന്താ? നമ്മൾക്ക് പച്ചില വളങ്ങളും പുകയില വെള്ളത്തിലിട്ടിട്ട് കലക്കി തെളിക്കുന്ന കീടനാശിനികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നല്ല ബ്രീഡ് മനുഷ്യൻ ഇടപെട്ട് നെല്ലുകളുടെ മേലെ മനുഷ്യൻ ഇടപെട്ട് സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്ത് നല്ല വിത്തിനങ്ങളെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്ന നെല്ലുകളൊക്കെ നല്ല വിത്തിനങ്ങളാണ്. മനുഷ്യൻ ഇടപെട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നെല്ലുകൾ. അല്ലെങ്കിൽ ഒരു നെൽക്കതിരിൽ കുറേ ചണ്ടായിരിക്കും. ഇന്നൊരു നെൽക്കതിരിൽ മുഴുവനും നെല്ലാണ്. ഇത് മനുഷ്യൻ കൃത്രിമമായി ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. മനുഷ്യൻ്റെ വാഴപ്പഴം കഴിക്കാൻ കൊള്ളുന്നൊരു പഴമായിരുന്നില്ല. അതിനെ മനുഷ്യൻ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത പഴമാണ്. മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ ഫ്രൂട്ടുകളും, മനുഷ്യൻ ഉപയോഗിക്കുന്ന നട്ട്സ്, ഫ്രൂട്ട്സ്, ധാന്യങ്ങളെല്ലാം മനുഷ്യൻ അതിൻ്റെ പിന്നാലെ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തി ബ്രീഡ് ചെയ്തെടുത്തുണ്ടായതാണ്. ഒരു പശു ഇത്രയൊന്നും പാല് ചുരത്തില്ലായിരുന്നു. അതിനെ മനുഷ്യൻ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്തിട്ടും മറ്റു പല ജനിതക മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മളൊക്കെ ഇന്ന് പാല് കഴിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് കൃത്യമായ രാസവളങ്ങൾ കണ്ടുപിടിച്ചിട്ട് കൃത്യമായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് മനുഷ്യനെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്യാൻ നമുക്ക് പറ്റിയത്. നമുക്ക് ഓർഗാനിക് കൃഷിയെക്കുറിച്ചിട്ടൊക്കെ പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മളെല്ലാം ഓർഗാനിക് കൃഷിയിലേക്ക് പോയാൽ വീണ്ടും പട്ടിണിയിലേക്കാണ് പോവുക. അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ പച്ചക്കറി വളർത്തി നോക്കുക, അപ്പോൾ അറിയാം. ഞാൻ പച്ചക്കറി വളർത്തിയിട്ടുള്ള അനുഭവമുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ഒരിക്കലും പുഴുക്കുത്തില്ലാത്തൊരു വെണ്ടയ്ക്ക കിട്ടില്ല, പുഴുക്കുത്തില്ലാത്തൊരു ബ്രിഞ്ചൽ കിട്ടില്ല, പുഴുക്കുത്തില്ലാത്തൊരു പയറ് കിട്ടില്ല. എല്ലാം പുഴുക്കുത്തും. പ്രത്യേകിച്ച് ചുറ്റുമുള്ള എല്ലാ പച്ചക്കറികളിലും വിഷം അടിക്കുമ്പോൾ നമ്മൾ അടിച്ചില്ലെങ്കിൽ ഈ പ്രാണികളൊക്കെ നമ്മുടെ പച്ചക്കറിയിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവിടെയൊക്കെ പോയ ചത്തുപോകും. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മനുഷ്യൻ ശരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് വിഷം അടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. മനുഷ്യൻ ശരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് രാസവളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. മനുഷ്യൻ്റെ അസുഖങ്ങൾ ശരിക്കും നമുക്ക് പരിഹരിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റിയത് മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചതിന് ശേഷം, ശസ്ത്രക്രിയ ഡെവലപ്പ് ചെയ്തതിന് ശേഷം, അനസ്തേഷ്യ കണ്ടുപിടിച്ചതിന് ശേഷം, മോർഫിനൊക്കെ കണ്ടുപിടിച്ച ആളെ ശിക്ഷിക്കുക ചെയ്തത്. മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ മനുഷ്യനെ അനുഭവിക്കണമെന്നും അത് ദൈവം കൊടുക്കുന്ന വേദനയാണെന്നും അത് അനുഭവിക്കണം, അവനെ മയക്കി കിടത്തിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വിശ്വാസമായിരുന്നു പണ്ട്. മനുഷ്യനെ ബോധം കെടുത്താൻ വേണ്ടി കണ്ടുപിടിച്ച മരുന്നുകൾ കണ്ടുപിടിച്ചവരെ ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ള അന്നത്തെ സമൂഹം. നമ്മൾ ചിന്തിച്ചു നോക്കുക, അനസ്തേഷ്യ ഇല്ലാതെ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ലംഘിച്ച് കൃത്രിമ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടാണ് മനുഷ്യനെ തീറ്റിപ്പോറ്റുന്നത്. എന്നിട്ട് നമ്മൾ പഴയ കാലഘട്ടത്തിലെ കൃഷി രീതിയാണ് നല്ല കൃഷി രീതി എന്ന് പറഞ്ഞാലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ കണ്ടെത്തലുകളെയും മനുഷ്യനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും അവഗണിച്ചിട്ട് ഒരു ആദർശത്തിന് വേണ്ടി മാത്രം നിലനിൽക്കരുത്. ആദർശം പറയാൻ ഭയങ്കര എളുപ്പമാണ്, വിശപ്പ് മാറ്റില്ല അത്. അപ്പോൾ പഴയ കാലത്തെ എല്ലാ സംവിധാനങ്ങളും നല്ലതായിരുന്നു. പണ്ടത്തെ മനുഷ്യരൊക്കെ ഭയങ്കര നന്മയുള്ള മനുഷ്യരായിരുന്നു. ഇപ്പോഴത്തെ മനുഷ്യരൊന്നും നന്മയില്ല. പണ്ടൊക്കെ മനുഷ്യർക്ക് നല്ല സമാധാനവും സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും സന്തോഷമില്ല. ഒരു 80കളിലെ മനുഷ്യൻ കളിക്കുന്ന ഒരു കളി, അല്ലെങ്കിൽ 80കളിലെ ഒരു സിനിമാ പാട്ടൊക്കെ കേട്ടാൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കാണാം, എന്തോ ഒരു കാലഘട്ടമായിരുന്നു അത്, എന്ത് രസമായിരുന്നു ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. കാടുകളിലെ ഒരു കുടിലിൽ ജീവിക്കുന്ന ഒരാളുടെ വീഡിയോ, ഇൻ്റർവ്യൂ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇയാളൊക്കെയാണ് ജീവിക്കുന്നത്, ഇങ്ങനെ വേണം ജീവിക്കാൻ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. അത് നിങ്ങളവിടെ ജീവിച്ചു നോക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പോയി ജീവിച്ചു നോക്കൂ, അപ്പം അറിയും എന്താ അവിടുത്തെ പ്രശ്നങ്ങൾ. ചോരുന്നു, വീട്ടിനകത്തേക്ക് ചേരട്ട കയറുന്നു, അട്ട കയറുന്നു, പാമ്പ് കയറുന്നു, വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രാണികൾ വന്ന് ശല്യം ചെയ്യുന്നു, കോട്ടൊരുമ കാതിൽ കയറുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമ്മൾക്കിതെല്ലാം പറയാൻ ഭയങ്കര രസമാണ്. കാരണം നമ്മൾ സേഫായ സ്ഥലത്തിരുന്നിട്ടാണ് ആ കാലഘട്ടങ്ങളെക്കുറിച്ചിട്ടും അത്തരം ജീവിതങ്ങളെക്കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തുന്നത്. അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ പരിതാപകരമാണ്. അവർ നമ്മളെപ്പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു.
അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നമ്മളെപ്പോലെ ജീവിക്കാൻ അറിയില്ലായിരിക്കും, അവരതിൽ തന്നെ ജീവിക്കുന്നു. അല്ലാതെ വലിയ സുഖമായിട്ടൊന്നും അല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കൊണ്ടു നടക്കരുത്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ വലിയ മനഃശുദ്ധിയും സ്വഭാവം ഒക്കെ ആയിരുന്നു അത്ര മനുഷ്യർക്ക്, നല്ല സാത്വികരായ മനുഷ്യരായിരുന്നു. ഇപ്പോഴൊക്കെ മനുഷ്യർ നശിച്ചുപോയി. ചിന്തിച്ചു നോക്കിയാൽ പണ്ട് കാലത്തെ ഓരോ ആചാരങ്ങൾ നോക്കി, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം, ഒരാചാരമായിരുന്നു. ഒരാൾക്ക് എത്ര പെണ്ണും കെട്ടിയിട്ടും ജീവിക്കാം, അതൊരാചാരമായിരുന്നു. ആൺകുട്ടികൾക്കാണ് വിലയുള്ളൂ, പെൺകുട്ടികൾക്ക് വിലയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊരാചാരമായിരുന്നു. ജാതി സമ്പ്രദായം, യുദ്ധങ്ങൾ, ഏതു സമയത്തും യുദ്ധങ്ങൾ വരാം. ആ രാജ്യത്തിലെ രാജാവ് ഈ രാജ്യത്തിൽ വന്ന് ആക്രമിക്കാം, ഏത് സമയത്തും നമ്മുടെ ജീവൻ പോകാം. നമ്മുടെ രാജാവിനെ ചെറിയ കുറ്റങ്ങൾക്ക് പോലും പിടിച്ച് കഴുത്ത് കെട്ടിയത് കളയാം. മുട്ടിന് മേലേക്ക് മുണ്ടെടുത്തു കഴിഞ്ഞാൽ തല പോവും, മറച്ച് നടന്നാൽ തല പോവും. എനിക്ക് ഇതുപോലെ താടിമുടിയൊന്നും വളർത്താൻ പറ്റില്ല. രാജാവ് പറയുന്ന പോലെ മുടി വെട്ടണം, രാജാവ് പറയുന്ന പോലെ ഷേവ് ചെയ്യണം. ഓരോ ജാതിപ്പെട്ടവനും എങ്ങനെ മുടി വളർത്തണം, എങ്ങനെ ഷേവ് ചെയ്യണമെന്ന് നിയമമുണ്ട്. മീശ വെച്ചാൽ കരമുണ്ട്. എല്ലാത്തിനും എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ സാധന സാമഗ്രികൾക്ക് കരമിടാൻ അന്ന് അത്രയും സാധന സാമഗ്രികളില്ല. അപ്പം മനുഷ്യൻ്റെ ശരീരത്തിന് പോലും കരം ഇട്ടിട്ടുണ്ടായിരുന്നു. കാത് കുത്തിയ കരം, ആര് കാത് കുത്തണം, നിയമമുണ്ട്. തോന്നുന്നവർക്ക് കാത് കുത്താനും മൂക്ക് കുത്താനും പറ്റില്ല. ചില ജാതിയിൽപ്പെട്ടവർക്ക്, ചില ആളുകൾക്കൊക്കെ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ കാര്യം ഞാൻ പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ട് ഒരു നല്ല സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളായി ഉണ്ടാക്കുന്ന മാനസിക പൊല്ലാപ്പുകളെ ഇപ്പോൾ ഉള്ളൂ. ഇപ്പം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. ഇപ്പം നമ്മളായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ ദയനീയ സാഹചര്യമില്ല. വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള ആരാധന നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ പരമാവധി അനുഭവങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നിട്ട് പണ്ട് കാലമായിരുന്നു നല്ലതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മണ്ടത്തരമല്ലേ അത്? പണ്ട് കാലത്തെ ചില നന്മകളുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തും ചില നന്മകളുണ്ട്. അതാണ്. ഒരു സ്ത്രീ ഒരു 7 മണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് ഒരു 100 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ ഒരു വീട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് വരാൻ പറ്റും സ്ത്രീക്ക്. അങ്ങനെ വരുന്ന സ്ത്രീകളൊക്കെ നശിച്ചു പോയ സ്ത്രീകളൊന്നും അല്ല. നശിച്ചു പോകേണ്ടവർ ഇനിയിപ്പോൾ എത്ര മണിക്ക് വീട്ടിൽ കയറി വന്നാലും നശിച്ചു പോയിട്ടുണ്ടാവും. പുരുഷൻ്റെ സ്ത്രീയുടെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പണ്ട് കാലത്തൊക്കെ നല്ലതായിരുന്നു, ഇപ്പോഴൊന്നും മോശമാണെന്ന് പറയുന്നതൊക്കെ ഒരുതരം ബയാസാണ്, തലച്ചോറിൻ്റെ ബയാസാണ്. അതുകൊണ്ട് നമ്മൾ റിയാലിറ്റികളെ മനസ്സിലാക്കുക. നമ്മൾ ഏറ്റവും ബെറ്ററായ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ എന്ന വർഗം ഒരിക്കലും സൊസൈറ്റിയെ പരിഷ്കരിച്ച് നശിപ്പിക്കാറില്ല. മനുഷ്യരതിനെ നന്നാക്കിയെടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഓരോ നന്നാക്കിയെടുക്കലിനും ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ബെറ്ററാക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേടുവന്ന് പോവല്ല ചെയ്യുന്നത്, ബെറ്ററാവുകയാണ് ചെയ്യുന്നത്. ഈ ബോധം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ.